ശരിക്കും നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഓരോ വയസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ഘട്ടങ്ങളായിട്ടാണ് അല്ലേ. അതിൽ ഏറ്റവും നല്ലത് 10-12 വയസ്സ് വരെയൊക്കെ ആയിരിക്കും. ആ സ്റ്റേജിൽ നമുക്കധികം ടെൻഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് പഠിച്ചാൽ മതി, എല്ലാ സന്തോഷങ്ങളായിട്ടും നല്ല രീതിയിൽ കടന്നു പോകും. പിന്നീട് അങ്ങോട്ടുള്ള 13 തൊട്ട് 19 വരെയുള്ള വയസ്സ്, അതാണ് നമ്മൾ ടീനേജ്. ആ സമയത്ത് നമ്മളൊന്നും കാണിച്ചിട്ടാത്ത ഒരു വിധതയും കാണത്തില്ല. കുരുത്തക്കേണ്ടൊക്കെ അന്ന് ഞെട്ടുമെന്ന് പറയത്തില്ല, അതൊക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും നമുക്കധികം കാര്യങ്ങളൊന്നുമില്ല, സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടുള്ളൊരു കാലം. അതിനുശേഷം 20 തൊട്ട് ഒരു 30 വരെയുള്ള വയസ്സ്, ആ സമയത്ത് നമ്മൾ പല കാര്യത്തിലും തിരിച്ചറിയുന്നു. ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കയ്യിൽ നിന്ന് വെള്ളം ചോദിക്കുന്നതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ലൈഫ് റിയാലിറ്റിയിൽ നമ്മളെ കൂടെ നിൽക്കാൻ കുറച്ച് ആൾക്കാർ നോക്കുള്ളൂ. ആ നിൽക്കുന്നവരിൽ തന്നെ എത്ര പേര് നമ്മളെ കൂടെ ആത്മാർത്ഥമായിട്ട് പ്രശ്നങ്ങളെ കാണുന്നു പോലും നമുക്ക് അറിയാൻ പറ്റില്ല. അതിൽ 25 വയസ്സൊക്കെ ആകുമ്പോൾ ഏറ്റവും കൂടെ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വന്നത് ജോലിയായിരിക്കും. ജോലി അതല്ലാണ്ട് ഒരു രക്ഷയില്ലാത്ത കാര്യമാണ്. എനിക്ക് മാത്രമല്ല, ആൾക്കാരുടെ ജോലികൾ വേറെയല്ല. ഞങ്ങൾ ആ ഒരു കാലത്തൊക്കെ നമ്മൾ ജോലിക്കൊണ്ടല്ലാത്ത നല്ലതായിരുന്നു. നമ്മൾ എന്തിനാണ് ഇതൊക്കെ പഠിച്ച് ഇങ്ങനെ കൺഫ്യൂഷൻ പോലും ഉണ്ടാവും. വിദ്യാഭ്യാസത്തിൻ്റെ കാലമൊക്കെ എങ്ങനെ പറയാം. പിന്നെ നമുക്കൊരു 35 വയസ്സിട്ട് ഒരു 40 വയസ്സിൽ നമ്മുടെ ലൈഫൊക്കെ ഏകദേശം സെറ്റായിട്ട് കാണാനല്ല. അതായത് നമ്മൾ ഈ ഒരു ജോലിയൊക്കെ സെറ്റായി കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ലൈഫ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമായിരിക്കും. അപ്പോഴത്തേക്കാണെങ്കിൽ ഫാമിലി പ്രഷർ, നമ്മുടെ ഫിനാൻഷ്യൽ പ്രഷർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരും. പിന്നെ നമ്മൾ 41 വയസ്സായിട്ട് ആ ടൈമിലൊക്കെ പിന്നീട് നമ്മൾ അങ്ങോട്ട് ലൈഫ് നമുക്ക് കിട്ടായിരിക്കില്ല. നമ്മുടെ പ്രാക്ടീസൊക്കെ അവിടെ മാറുകയാണ്. നമ്മൾ മാത്രം എന്ന് ചിന്തിച്ചതിന് ആ സമയത്തിന് ശേഷം നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കുട്ടി, നമ്മുടെ ഫാമിലി, അതൊക്കെ ആയിരിക്കും. അവരെ എങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് നിർത്താം, സ്റ്റെബിലൈസ് ചെയ്യാം എന്നൊക്കെ ചിന്തകളായിട്ട് നമ്മൾ മാറും. 60 വയസ്സിന് ശേഷം എല്ലാം നമ്മൾ പഴയ കുട്ടിക്കാലത്തെ സമാധാനത്തിലെത്തും. അപ്പോഴത്തേക്ക് മക്കളൊക്കെ അവരുടെ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യണം. പിന്നെ നമുക്കൊരു വിശ്വാസമാണ്.